ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജനറൽ ഇംഗ്ലീഷിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായ ആർട്ടിക്കിൾസ് ആണ് നോക്കാൻ പോകുന്നത്. ആർട്ടിക്കിൾസിൽ PSC ചോദിച്ചതും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ എല്ലാ എക്സെപ്ഷൻ കേസുകളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ക്ലാസ് കാണുന്നതിനോടൊപ്പം നോട്ട് എഴുതി പഠിച്ച് ടെലഗ്രാമിലെ പോൾ എക്സാമും അറ്റൻഡ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇനി ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് ആർട്ടിക്കിൾസിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾസ് ആർ എ ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ്സ് ദാറ്റ് മോഡിഫൈസ് നൗൺസ് ഇൻഡിക്കേറ്റിംഗ് വെദർ ദ നൗൺ ഈസ് ജനറൽ ഓർ സ്പെസിഫിക്. അതായത് ഒരു നൗണിനെ വിശേഷിപ്പിക്കുമ്പോൾ ആ നൗൺ ജനറൽ ആണോ സ്പെസിഫിക് ആണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്. അതായത് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ് ആണ്. അതായത് ഒരു വിശേഷണമാണ്, നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. അതായത് ഇറ്റ് ഈസ് എ ജനറൽ ഓർ സ്പെസിഫിക് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മുടെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും അതുപോലെ ഡെഫിനിറ്റ് ആർട്ടിക്കിളും. നമുക്ക് ആദ്യം തന്നെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്താണെന്ന് നോക്കാം. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എയും ഏനുമാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായിട്ട് വരുന്നത്. ഒരു നൗണിനെ പൊതുവായിട്ട് പറയുമ്പോഴാണ് നമ്മൾ ഈ എയും ഏനും ഒക്കെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ജനറലായിട്ട് ഒരു നൗണിനെ പറയുമ്പോഴാണ് എയും ഏനും ഉപയോഗിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് എ ഗുഡ് ഗേൾ. ഈ ഒരു സെൻറ്റൻസിൽ എ എന്നതിന് അർത്ഥം വരുന്നത് ഒരു അല്ലെങ്കിൽ ഒന്ന് എന്ന അർത്ഥത്തിലാണ് നമ്മൾ എ യൂസ് ചെയ്തിട്ടുള്ളത്. ഏകവചന നാമങ്ങൾക്ക് മുന്നിലാണ് എ അല്ലെങ്കിൽ ഏന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എ അല്ലെങ്കിൽ ഏനാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു നൗണിനെ പൊതുവായി പറയുമ്പോഴാണ് എ അല്ലെങ്കിൽ ഏൻ ഉപയോഗിക്കുന്നത്. ഏകവചന നാമം അല്ലെങ്കിൽ സിംഗുലാർ നമ്പേഴ്സിൻ്റെ മുന്നിലാണ് എ അല്ലെങ്കിൽ ഏനെ ഉപയോഗിച്ച് ചെയ്യേണ്ടത്. ഒരു അല്ലെങ്കിൽ ഒന്ന് എന്ന അർത്ഥമാണ് ഇതിനുള്ളത്. ഇനി നമുക്ക് വവൽ ലെറ്റേഴ്സും കൺസണന്റ് ലെറ്റേഴ്സും എന്താണെന്ന് നോക്കാം. എന്താണ് വവൽ ലെറ്റേഴ്സ്? വവൽ ലെറ്റേഴ്സ് നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്വരാക്ഷരം എന്ന് പറയാം. ഏതൊക്കെയാണത്? എ, ഇ, ഐ, ഒ, യു. ഈ 5 ലെറ്റേഴ്സാണ് ഇംഗ്ലീഷിലെ വവൽ ലെറ്റേഴ്സ്. എന്താണ് ഈ കൺസണന്റ് ലെറ്റേഴ്സ്? കൺസണന്റ് ലെറ്റേഴ്സ് ആണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ വ്യഞ്ജനാക്ഷരങ്ങൾ. അതായത് എ, ഇ, ഐ, ഒ, യു എന്നീ വവൽ ലെറ്റേഴ്സ് ഒഴികെയുള്ള ഇംഗ്ലീഷിലെ ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളെയാണ് കൺസണന്റ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വവൽ ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടല്ലോ. എ, ഇ, ഐ, ഒ, യു എന്നിവയാണ് വവൽ ലെറ്റേഴ്സ്. അപ്പോൾ ലെറ്റേഴ്സിൻ്റെ ഉച്ചാരണ ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ സൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു സെൻറ്റൻസിൽ എ ആണോ ഏനാണോ യൂസ് ചെയ്യുന്നതെന്ന് നോക്കുന്നത്. നമുക്ക് ആദ്യം വവൽ ലെറ്റേഴ്സിൻ്റെ സൗണ്ട് ഒന്ന് നോക്കാം. എ എന്ന വവൽ ലെറ്ററിൻ്റെ സൗണ്ട് ആ അല്ലെങ്കിൽ എ എന്നാണ്. എൻ്റെ സൗണ്ട് ആ അല്ലെങ്കിൽ എ. ഇനി ഇ എന്ന ലെറ്ററിൻ്റെ സൗണ്ട് ഇ അല്ലെങ്കിൽ എ എന്നാണ്. ഇയുടെ സൗണ്ട് ഇ അല്ലെങ്കിൽ എ. ഐ എന്ന ലെറ്ററിൻ്റെ സൗണ്ട് ഐ അല്ലെങ്കിൽ ഇ എന്നാണ്. അതുപോലെ ഒ എന്ന ലെറ്ററിൻ്റെ സൗണ്ട് ഒ അല്ലെങ്കിൽ ഔ. യുവിൻ്റെ സൗണ്ട് എന്താണ്? യു എന്ന ലെറ്ററിൻ്റെ സൗണ്ട് ആ എന്ന സൗണ്ടാണ്. നമുക്കാദ്യം ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഒരു സെൻറ്റൻസിൽ എ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. കൺസണന്റ് ലെറ്റേഴ്സിൻ്റെ ഉച്ചാരണ ശബ്ദമുള്ള വാക്കുകൾക്ക് മുന്നിലാണ് നമ്മൾ എ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ കാർ, എ ബസ്, എ ഗേൾ, എ വുമൺ, എ ഡോഗ് ഇങ്ങനെയൊക്കെ പറയാറില്ലേ? ഇങ്ങനെയൊക്കെയുള്ള കൺസണന്റ് ലെറ്റേഴ്സിൻ്റെ സൗണ്ടുള്ള വാക്കുകൾക്ക് മുന്നിലാണ് നമ്മൾ എ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എ യൂണിയൻ, എ യൂറോപ്യൻ. ഈ 2 എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇത് നമ്മൾ എ യൂണിയൻ എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് യൂണിയൻ്റെ യു എന്നുള്ള സൗണ്ട് നമുക്കറിയാം വവലാണ്. എന്നിട്ട് നമ്മൾ എ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചാരണ ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എ ഓർ ഏൻ ഉപയോഗിക്കുന്നതെന്ന്, അല്ലാതെ വവൽ ലെറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇവിടെ യൂണിയൻ എന്ന് പറയുമ്പോൾ യാ എന്ന സൗണ്ട് കൺസണന്റ് ലെറ്റേഴ്സിൻ്റെ സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ യൂറോപ്യൻ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇ എന്ന അക്ഷരത്തിലാണെങ്കിലും അതിൻ്റെ സൗണ്ട് വരുന്നത് യാ എന്നാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എ ആണ്.
ഇതുപോലെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്റേഴ്സ് കാണുമ്പോൾ നമുക്ക് വവലാണെന്ന് തെറ്റിദ്ധരിച്ച് നമുക്ക് നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കേണ്ടത് ലെറ്റേഴ്സിൻ്റെ സൗണ്ടാണ്. ഇങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് വേർഡ്സ് ഞാനിവിടെ തന്നിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കണേ. ഒന്നാമത്തേത് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് ലെറ്റേഴ്സ് വരുന്നത്? EWE ആണ് അല്ലേ. EWE നമ്മൾ കാണുമ്പോൾ വവലാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ എന്ന് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് ആർട്ടിക്കിളായിട്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ സൗണ്ട് ഉച്ചാരണ ശബ്ദം വരുന്നത് ഏതാണ്? യു എന്നാണ്. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊരു ഫീമെയിൽ ഷീപ്പാണ് അല്ലെങ്കിൽ പെണ്ണാട്. എന്താണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? യു എന്നാണ്. അതായത് ഇതിൻ്റെ കൂടെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? എ ആണ്. ആർട്ടിക്കിളായിട്ട് എ ആണ് യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ വവൽ ലെറ്റർ നോക്കിയിട്ട് എന് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ രണ്ടാമത്തത് നോക്കുക, എ യൂണിറ്റ് എന്നാണല്ലേ. അപ്പോൾ അവിടെയും സൗണ്ട് വരുന്നത് യു എന്നാണ്. അതുപോലെ എ യൂണിഫോം, A1 നോട്ട്ബുക്ക്. A1 നോട്ട്ബുക്ക് എന്ന് പറയുമ്പോൾ ഓ ആണ് വരുന്നതെങ്കിലും എന്താണ് അവിടെ സൗണ്ട് വരുന്നത്? വാന്നുള്ള സൗണ്ടാണല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എ ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ എ യുനാനിമസ് ഡിസിഷൻ, എ യുണീക്ക് മാൻ, എ യൂട്ടിലിറ്റി വെഹിക്കിൾ, എ വൗണ്ടഡ് കേറ്റ് W ആണെങ്കിലും എന്താണ് വാന്നുള്ള സൗണ്ടിലാണ് വരുന്നത്. എ യൂസ്ഫുൾ മെറ്റൽ, എ യൂട്ടോപ്പിയൻ. ഇവിടെയൊക്കെ നമ്മൾ ഉച്ചാരണത് സൗണ്ട് നോക്കുകയാണെങ്കിൽ എന്താണ്? എ ആർട്ടിക്കിൾ എ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഡൗട്ടായി വരുന്നത്. എന്തായാലും നല്ലോണം നോട്ട് ചെയ്ത് പഠിക്കാം. ഇനി നമുക്ക് ഏന് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വവൽ ലെറ്റേഴ്സിൻ്റെ ഉച്ചാരണ ശബ്ദമുള്ള വാക്കുകൾക്ക് മുന്നിലാണ് നമ്മൾ ഏന് ഉപയോഗിക്കേണ്ടത്. അതായത് വവൽ ലെറ്റേഴ്സിൻ്റെ സൗണ്ട് ഉള്ള വാക്കുകൾക്ക് മുന്നിലാണ് നമ്മൾ ഏന് ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളായിട്ട് ഏൻ അംബ്രല്ല തന്നിട്ടുണ്ട്, ഏൻ ഐസ്ലാൻഡ്, ഏൻ ആപ്പിൾ. ഇവയിലൊക്കെ തന്നെ നമുക്കറിയാം ഫസ്റ്റ് എന്താണ്? വവൽ ലെറ്റേഴ്സിനാണ് തുടങ്ങുന്നത്. അതിൻ്റെ സൗണ്ട് എന്താണ്? ഏൻ അംബ്രല്ല ആ സൗണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഏൻ ഐസ്ലാൻഡ് വരുമ്പം ഐ സൗണ്ട്, അതുപോലെ ഏൻ ആപ്പിൾ വരുമ്പോൾ എ സൗണ്ട്. അതൊക്കെ വവൽ ലെറ്റേഴ്സിൻ്റെ സൗണ്ട് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് വേറെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിളുകളിൽ തന്നിട്ടുള്ള എല്ലാ വേർഡ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് കൺസണന്റ് ലെറ്റേഴ്സിലാണല്ലേ. കൺസണന്റ് ലെറ്റേഴ്സിൽ ആരംഭിക്കുന്ന വാക്കുകളാണെങ്കിലും അവയുടെ ഉച്ചാരണം വവൽ സൗണ്ടിലാണെങ്കിൽ നമുക്ക് ഏൻ ഉപയോഗിക്കാം. ഏൻ അവർ പറയുമ്പോൾ എച്ച് കൺസണന്റ് ലെറ്റർ ആണല്ലേ. പക്ഷേങ്കിൽ എന്താണ് അതിൻ്റെ സൗണ്ട് വരുന്നത്? അവർ എന്ന് വരുന്നതോ അത് വവൽ സൗണ്ടിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഏനാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഏൻ ഓണറബിൾ വുമൺ. ഇത് നോക്കുകയാണെങ്കിൽ അതിൽ എച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റർ ആണെങ്കിലും എച്ച് അവിടെ സൈലൻ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേർഡ് തുടങ്ങുന്നത് വവൽ ലെറ്റേഴ്സിൻ്റെ സൗണ്ടിലാണ്. അതുപോലെ തന്നെ അടുത്തത് വരുന്നത് എൻ ഇയർ. ഇതും അതുപോലെ തന്നെ എച്ച് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും വവൽ ലെറ്റേഴ്സിൻ്റെ സൗണ്ടാണ് വരുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ഏനാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഏൻ യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യം ഏതാണെന്ന് നോക്കാം. വവൽ സൗണ്ടിൽ ആരംഭിക്കുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ അബ്രീവിയേഷൻസിന് മുന്നിൽ ഏനാണ് ഉപയോഗിക്കുന്നത്. അതാണ് നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. എൻ FIR, എൻ MLA, എൻ എക്സ്ട്രേ, എൻ LD ക്ലർക്ക്. ഇതൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൺസണന്റ് ലെറ്റേഴ്സിലാണെങ്കിലും ഇതിൻ്റെ സൗണ്ട് വരുന്നത് നമ്മുടെ വവൽ ലെറ്റേഴ്സിൻ്റെ സൗണ്ടാണ്. FIR എന്ന് പറയുമ്പോൾ എഫ് എന്ന് പറയുമ്പോൾ എ സൗണ്ടിലാണ് തുടങ്ങുന്നത്. അതുപോലെ MLA, എൻ എക്സ്ട്രേ, LD ക്ലർക്ക് ഇതൊക്കെ സൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വവൽ ലെറ്റേഴ്സിൻ്റെ സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാക്കുകൾക്ക് മുന്നിൽ നമ്മൾ ഏനാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് നോക്കാം. കൺസണന്റ് സൗണ്ടിൽ ആരംഭിക്കുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ അബ്രീവിയേഷൻസിനൊക്കെ മുൻപിൽ എ ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് AUS ഷേപ്പ്, AWWF ഇങ്ങനെയൊക്കെ വരുമ്പോഴും വവൽ ലെറ്റേഴ്സിലാണ് വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും സൗണ്ട് കൺസണന്റ് ലെറ്റേഴ്സിൻ്റെ സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എ ആണ് യൂസ് ചെയ്യേണ്ടത്. എ അല്ലെങ്കിൽ ഏൻ പൊതുവായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട വേറെ കുറച്ച് സാഹചര്യങ്ങളോടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു നൗണിന് മുന്നിൽ വരുന്ന അഡ്ജക്റ്റീവിന് മുന്നിൽ നമ്മൾ എ അല്ലെങ്കിൽ ഏനാണ് ഉപയോഗിക്കുന്നത്. എന്താണ് അഡ്ജക്റ്റീവ്? അഡ്ജക്റ്റീവ് ഒരു വിശേഷണമല്ലേ. ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഹൗസ്. ഇതിലേതാണ് നമ്മുടെ അഡ്ജക്റ്റീവായിട്ട് വരുന്നത്? ബ്യൂട്ടിഫുൾ ആണെന്നല്ലേ. ഈ നൗണാണ് ഹൗസ്. ആ ഹൗസിനെ വിശേഷിപ്പിക്കുന്നതാണ് ബ്യൂട്ടിഫുൾ എന്ന വേർഡ് കൊണ്ട്. അപ്പോൾ അഡ്ജക്റ്റീവാണ് ബ്യൂട്ടിഫുൾ. അതുപോലെ അതിൻ്റെ മുന്നിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? എ ആണ്. നമ്മൾ പറഞ്ഞു ഒരു നൗണിന് മുന്നിൽ വരുന്ന അഡ്ജക്റ്റീവിന് മുന്നിൽ നമ്മൾ എ അല്ലെങ്കിൽ ഏനാണ് യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഹൗസ്.
അപ്പോൾ ബ്യൂട്ടിഫുൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബി എന്ന കൺസണന്റ് ലെറ്ററിലാണ്. അതുകൊണ്ട് സൗണ്ടും എന്താണ്, കൺസണന്റ് ലെറ്ററിന്റെ സൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആണ് നമ്മൾ അവിടെ എ യൂസ് ചെയ്യുന്നത്. ഹി ഈസ് എൻ ഓൾഡ് മാൻ. ഇവിടെ എന്താണ്, ഓൾഡ് ആണ് അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ഓൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓ എന്ന് പറഞ്ഞ വവ്വൽ ലെറ്ററിലാണ്. സൗണ്ടും വവ്വലിൻ്റെ സൗണ്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഏനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു നൗണിൻ്റെ മുൻപിൽ കൊടുക്കുന്ന അഡ്ജക്റ്റീവിന് മുൻപിൽ നമ്മൾ എ അല്ലെങ്കിൽ ഏനാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു എക്സെപ്ഷൻ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഹൗസ്. ഈ ഒരു എക്സാമ്പിളിൽ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞത് അഡ്ജക്റ്റീവ് ആണ് അല്ലേ. ഈ ഒരു അഡ്ജക്റ്റീവിന് മുന്നിൽ നമ്മൾ ആർട്ടിക്കിൾ കൊടുക്കണം എന്ന് പറഞ്ഞു. അടുത്തത് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഇവിടെ നൗൺ വരുന്നില്ല, ബ്യൂട്ടിഫുൾ എന്നുള്ള അഡ്ജക്റ്റീവ് മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു കേസിൽ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ എക്സെപ്ഷൻ നോട്ട് ചെയ്യാം. ഒരു നൗണിൻ്റെ മുന്നിൽ വരുന്ന അഡ്ജക്റ്റീവിന് മുന്നിലാണ് നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ നൗൺ ഇല്ലാതെ അഡ്ജക്റ്റീവ് മാത്രമാണ് വരുന്നതെങ്കിൽ അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് എ വെരി ഗുഡ് ഡാൻസർ. ഇവിടെ എന്തൊക്കെ ടേംസ്, ഡാൻസർ എന്ന് പറഞ്ഞ നൗൺ ആണ് അല്ലേ. ഗുഡ് ആ ഡാൻസറെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് ആണ്. വെരി എന്നുള്ളത് ഒരു അഡ്വേർബും ആണ്. ഇങ്ങനെ ഒരു നൗണിനെ അഡ്ജക്റ്റീവ് കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ അതിന് മുൻപിൽ ഒരു അഡ്വേർബും വന്നാൽ അഡ്വേർബിന് മുമ്പിൽ നമുക്ക് ആർട്ടിക്കിൾസ് കൊടുക്കാം. എന്നാൽ നൗൺ ഇല്ലാതെ ഷീ ഈസ് വെരി ഗുഡ് എന്ന് മാത്രം വരുമ്പോൾ നമുക്ക് അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ പറയാം, ഒരു നൗണിനെ അഡ്ജക്റ്റീവ് കൊണ്ട് വിശേഷിപ്പിക്കുകയും അഡ്ജക്റ്റീവിന് മുൻപിൽ അഡ്വേർബ് വന്നാൽ അഡ്വേർബിനോട് കൂടി ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. എന്നാൽ നൗൺ ഇല്ലാതെ അഡ്ജക്റ്റീവും അഡ്വേർബും മാത്രമാണ് വരുന്നതെങ്കിൽ അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഈ എക്സെപ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നോട്ട് ചെയ്യാം. അടുത്തതായി എ അല്ലെങ്കിൽ എൻ കൊടുക്കേണ്ട സാഹചര്യമാണ്. ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിംഗുലാർ കൗണ്ടബിൾ നൗണിൻ്റെ മുൻപിലും എ അല്ലെങ്കിൽ എൻ കൊടുക്കണം. എന്താണ് കൗണ്ടബിൾ നൗണ്? നമുക്ക് എണ്ണാൻ പറ്റുന്ന നൗണിനെയാണ് കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നിൽ നമ്മൾ എ അല്ലെങ്കിൽ എൻ കൊടുക്കണം. ദിസ് ഈസ് എ പെൻ. ഈ ഒരു സെൻറ്റൻസിൽ പെൻ എന്താണ്? പെൻ ഒരു കൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ എ അല്ലെങ്കിൽ ഏനാണ് യൂസ് ചെയ്യേണ്ടത്. പെന്നിൻ്റെ പി എന്ന സൗണ്ട് കൺസണന്റ് ലെറ്ററിൻ്റെ സൗണ്ട് ആയതുകൊണ്ടാണ് എ യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് എൻ അംബ്രല്ല. ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് നോക്കാം. അംബ്രല്ല യു എന്നുള്ളത് വവൽ ലെറ്ററിൻ്റെ സൗണ്ടാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ ഏനാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് നാലാമത്തെ ഒരു എക്സെപ്ഷൻ ആണ്. വെൻ എ വെർബ് ഈസ് യൂസ്ഡ് ആസ് നൗൺ. ഇവിടെ എ അല്ലെങ്കിൽ ഏൻ യൂസ് ചെയ്യണം. അതായത് ഒരു വെർബിനെ നൗൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എ അല്ലെങ്കിൽ ഏൻ യൂസ് ചെയ്യണം. എക്സാമ്പിൾ നോക്കാം. മായ ഗോസ് ഫോർ എ വാക്ക് ഡെയിലി. ഈ ഒരു സെൻറ്റൻസിൽ വാക്ക് എന്ന വെർബ് നമ്മൾ നൗൺ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് മുൻപിൽ എ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു എക്സാമ്പിൾ ആണ് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ എൻ അവർ. ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് ഈ സെൻറ്റൻസിൽ എന്താണ് നൗൺ ആയിട്ട് വരുന്നത്? അവർ അല്ലേ. അവർ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എച്ചിലാണെങ്കിലും അതിൻ്റെ സൗണ്ട് വരുന്നത് വവൽ സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞ നാലാമത്തെ എക്സെപ്ഷൻ എന്തായിരുന്നു? വെൻ എ വെർബ് ഈസ് യൂസ്ഡ് ആസ് നൗൺ. ഇവിടെ എ അല്ലെങ്കിൽ ഏൻ യൂസ് ചെയ്യണം. ഒരു വെർബിനെ നൗൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ എ അല്ലെങ്കിൽ ഏൻ യൂസ് ചെയ്യണം. അടുത്ത കേസ് നോക്കാം. 100, 1000, മില്യൺ, ഡസൻ, കപ്പിൾ. ഇതിനോടൊക്കെ ചേർന്ന് എ എന്ന ആർട്ടിക്കിളാണ് കൊടുക്കേണ്ടത്. ഏതൊക്കെയാണ്? 100, 1000, മില്യൺ, ഡസൻ, കപ്പിൾ എന്നീ വാക്കുകളോടൊപ്പം നമ്മൾ എ എന്ന ആർട്ടിക്കിളാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് എ 100 പെൻസ്. ഇവിടെ നമ്മൾ 100 എന്നുള്ളതിന് മുൻപ് നമ്മൾ എ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ 100, 1000, മില്യൺ, ഡസൻ, കപ്പിൾ എന്നീ വാക്കുകളോടൊക്കെ നമ്മൾ ഒക്കെ അതിനോടൊപ്പം തന്നെ നമ്മൾ എ എന്ന ആർട്ടിക്കിളാണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തൊരു കേസാണ്. ഒരു സെൻറ്റൻസിൽ മെനി അല്ലെങ്കിൽ ക്വിറ്റ് അല്ലെങ്കിൽ സച്ച്, റാദർ എന്നീ വേർഡ്സുകളോടൊപ്പം തന്നെ അതുപോലെ സിംഗുലർ നൗണും വന്നിട്ടുണ്ടെങ്കിൽ എ അല്ലെങ്കിൽ ഏനാണ് യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് വാസ് ക്വൈറ്റ് ആൻ ഇമ്പോസിബിൾ ടാസ്ക്. ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് ക്വൈറ്റ് എന്നുള്ളൊരു വേർഡ് കാണാം. അതിനുശേഷമാണ് എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്? ആർട്ടിക്കിൾ ഏന് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇമ്പോസിബിൾ എന്ന വേർഡ് വവൽ സൗണ്ട് ആയതുകൊണ്ട് അവിടെ ഏനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇമ്പോസിബിൾ ടാസ്ക് എന്നാണ് കൊടുത്തത്. അതായത് സിംഗുലർ നൗണാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേസ് എന്തായി പറഞ്ഞത്? മെനി, ക്വൈറ്റ്, സച്ച്, റാദർ എന്നീ വേർഡ്സിനൊക്കെ ശേഷം നമുക്കൊരു ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ഏന് യൂസ് ചെയ്യണം. അതിൻ്റെ ശേഷം എന്താണ് വരേണ്ടത്? സിംഗുലർ നൗൺ ആണ് വരേണ്ടത്.
അടുത്തത് ഒരു കേസാണ് എ അല്ലെങ്കിൽ എൻ ഈസ് നോട്ട് യൂസ്ഡ് വിത്ത് അൺകൗണ്ടബിൾ നൗൺ. അതായത് അൺകൗണ്ടബിൾ നൗണിൻ്റെ നോടൊപ്പം നമ്മൾ എ അല്ലെങ്കിൽ എന് യൂസ് ചെയ്യാൻ പാടില്ല. ഏതൊക്കെയാണ് ഈ അൺകൗണ്ടബിൾ നൗൺ നോക്കാം. അഡ്വൈസ്, അക്കോമഡേഷൻ, ബാഗേജ്, ലഗേജ്, ന്യൂസ്, പെർമിഷൻ, പ്രോഗ്രസ്, സീനറി, വെതർ, ട്രാഫിക്, നോളജ്, മ്യൂസിക്, വൈന്, എക്യുപ്മെൻറ്റ്, ഇൻഫർമേഷൻ, പോയട്രി, ഫർണിച്ചർ, ഹെയർ, ബിസിനസ്, ഇതുപോലുള്ള അൺകൗണ്ടബിൾ, അതായത് നമുക്ക് എണ്ണാൻ പറ്റാത്ത അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗണുകൾ. അതിന് കുറച്ചുകൂടി ഉണ്ട്, നോക്കാം. ഇതൊക്കെ നോട്ട് ചെയ്യണേ. അതുപോലെ മിസ്ചഫ്, ബ്രെഡ്, സ്റ്റേഷനറി, ഗ്രോസറി, പോസ്റ്റേജ്, വേസ്റ്റേജ്, ജ്വല്ലറി, ബ്രേക്കേജ്, വർക്ക്, എവിഡൻസ്, ഇത്രയും വാക്കുകളും നോട്ട് ചെയ്ത് പഠിക്കണേ. ഈ വാക്കുകളൊക്കെ എന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആണ്. ഇതിനോടൊപ്പം നമുക്ക് എ അല്ലെങ്കിൽ എന് യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഈ ഗിവ് മീ അഡ്വൈസ്, ഈ ഒരു സെന്റൻസിൽ അഡ്വൈസ് എന്നുള്ളത് എന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആണല്ലേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു അൺകൗണ്ടബിൾ നൗണിൻ്റെ മുൻപിലും ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. അൺകൗണ്ടബിൾ നൗണ് മനസ്സിലാക്കി പഠിക്കണം. തന്നിട്ടുള്ള എല്ലാം നോട്ട് ചെയ്ത് പഠിക്കാം. എന്നാൽ ഈ ഒരു ഏഴാമത്തെ കേസിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള അൺകൗണ്ടബിൾ നൗണില്ലേ, ആ ഏതെങ്കിലും ഒരു അൺകൗണ്ടബിളിൻ്റെ കൂടെ മുൻപിലായിട്ട് അതിനെ സിംഗുലർ ആക്കാനുള്ള ഒരു വേർഡ് ഉണ്ടെങ്കിൽ അതിന് എ അല്ലെങ്കിൽ ഏന് കൊടുക്കാം. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ അതിനെ സിംഗുലർ ആക്കാനുള്ള ഒരു പദമുണ്ടെങ്കിൽ അവിടെ എ അല്ലെങ്കിൽ എൻ കൊടുക്കാം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് എ പീസ് ഓഫ് ഇൻഫർമേഷൻ ഫോർ യു. ഈ ഒരു സെൻറ്റൻസിൽ ഇൻഫർമേഷൻ നമുക്കറിയാം ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അതായത് എണ്ണാൻ പറ്റാത്തൊരു നൗൺ ആണ് ഇൻഫർമേഷൻ. ഈ ഒരു ഇൻഫർമേഷനെ പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് കൊണ്ട് നമ്മൾ എന്താക്കി? സിംഗുലർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്താ യൂസ് ചെയ്തിട്ടുള്ളത്? എ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ അതിനെ സിംഗുലർ ആക്കാനുള്ള ഒരു പദമുണ്ടെങ്കിൽ നമുക്ക് എ അല്ലെങ്കിൽ എൻ യൂസ് ചെയ്യാം. അടുത്തത് എട്ടാമത്തെ കേസാണ്. വാട്ട് കൈൻഡ് ഓഫ്, വാട്ട് സ്റ്റാർട്ട് ഓഫ്, വാട്ട് ടൈപ്പ് ഓഫ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞ് വരുന്ന നൗണിൻ്റെ കൂടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏതൊക്കെയാണ്? വാട്ട് കൈൻഡ് ഓഫ്, വാട്ട് സ്റ്റാർട്ട് ഓഫ്, വാട്ട് ടൈപ്പ് ഓഫ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞ് വരുന്ന നൗണിൻ്റെ കൂടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് എക്സാമ്പിൾ നോക്കാം. വാട്ട് സ്റ്റാർട്ട് ഓഫ് മാൻ ഹി ഈസ്. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് വാട്ട് സ്റ്റാർട്ട് ഓഫ് എന്നുള്ള വേർഡാണ് ഫസ്റ്റിന് വന്നിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ വേർഡുകളായിരുന്നു. വാട്ട് സ്റ്റാർട്ട് ഓഫ്, വാട്ട് കൈൻഡ് ഓഫ്, വാട്ട് ടൈപ്പ് ഓഫ് എന്നിവയൊക്കെ കഴിഞ്ഞ് വരുന്ന നൗണിൻ്റെ കൂടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. എ പേഴ്സൺ നോട്ട് നോ ടു ദ സ്പീക്കർ. അതായത് പറയുന്ന ആൾക്ക് ആ പേഴ്സണെ അറിയില്ല എന്ന് വിചാരിക്കാം ഒരു സെൻറ്റൻസിൽ. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ യൂസ് ചെയ്യേണ്ടത്? പേഴ്സണ് മുന്നായിട്ട് എ യൂസ് ചെയ്യണം. അതായത് മിസ്റ്റർ കുമാർ, മിസ്സിസ് ശർമ്മ എന്നിങ്ങനെയുള്ള വേർഡുകൾക്ക് മുന്നിലൊക്കെ നമ്മൾ എ യൂസ് ചെയ്യണം. അടുത്തൊരു കേസ് വരുന്നത് കുറച്ച് നെയിംസ് ഉണ്ട്. അതിൻ്റെ ഒന്നും കൂടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഏതൊക്കെയാണ് ആ നെയിംസ് നോക്കാം. അത് മന്ത്സ്, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇങ്ങനെയുള്ള പേരുകൾക്ക് മുന്നിൽ, അതുപോലെ ഡേയ്സ്, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ഇങ്ങനെയുള്ള പേരുകൾക്ക് മുന്നിലും, അതുപോലെ സബ്ജക്ട്സ്, റോഡ്സ്, അതുപോലെ മീൽസ്, അതായത് ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും, അതുപോലെ തന്നെ ലാംഗ്വേജസ്, അതുപോലെ ഹോബീസിൻ്റെ നെയിമിൻ്റെ മുന്നിൽ, അതുപോലെ ഗെയിംസിൻ്റെ പേരിൻ്റെ മുന്നിൽ, അതുപോലെ ലേക്സിൻ്റെ, അതുപോലെ കോംപ്ലിമെൻറ്റിൻ്റെ നെയിമിൻ്റെ മുന്നിൽ ഇതൊന്നും ഇതിൻ്റെ കൂടെ ഒന്നും നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇത് നോട്ട് ചെയ്യേ. അതായത് എക്സാമ്പിൾ നോക്കാം. രമ്യ ഈസ് ബോൺ ഇൻ ജൂലൈ. ഇവിടെ ജൂലൈ എന്ന് കൊടുത്തിട്ടുള്ളത് അതായത് മന്തിൻ്റെ നെയിമാണല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടില്ല? ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് എ അല്ലെങ്കിൽ ഏനിന് പകരമായിട്ട് വൺ കൊടുക്കേണ്ട ഒരു കേസ് നോക്കാം. അനദർ, അതർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഒരു ചോദ്യത്തിൽ വന്നാൽ അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. വൺ സ്റ്റുഡൻറ് വാണ്ട് ടു സ്റ്റഡി, അനദർ വാണ്ട് ടു പ്ലേ. ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ അനദർ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തതുകൊണ്ട് സ്റ്റുഡൻറ്റിന് മുന്നായിട്ട് എ അല്ലെങ്കിൽ എൻ എന്ന ആർട്ടിക്കിൾ അല്ല യൂസ് ചെയ്തിട്ടുള്ളത്, വൺ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് വേർഡുകൾ അനദറും അതർ എന്നിവ ചോദ്യത്തിൽ വന്നാൽ എന്താണ്? ആർട്ടിക്കിളായിട്ട് എയും എനും യൂസ് ചെയ്യാൻ പാടില്ല, വൺ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അടുത്തതാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഒരു പ്രത്യേക കാര്യത്തെയോ വസ്തുവിനെയോ പൊതുവായി പറയുവാനായിട്ടാണ് നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ ഉപയോഗിക്കുന്നത്. അപ്പോൾ ദ ആണ് ഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ യൂസ് ചെയ്യുന്നത്. ആ അല്ലെങ്കിൽ ഈ എന്ന അർത്ഥത്തിലാണ് ദ ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് ദ ബുക്ക്. ഇവിടെ നമ്മൾ ബുക്കിന് മുൻപിൽ ദ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്?
ഇതിവിടെ ദാൻ്റെ അർത്ഥം ഈ എന്നാണ് ഇവിടെ ദ എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ആ അല്ലെങ്കിൽ ഈ എന്ന അർത്ഥത്തിലാണ് ദ ഉപയോഗിക്കുന്നത്. ഏകവചന നാമങ്ങൾക്ക് മുന്നിലും ബഹുവചന നാമങ്ങൾക്ക് മുന്നിലും എണ്ണാൻ കഴിയാത്ത നാമങ്ങൾക്ക് മുന്നിലും ദ ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ അതായത് സിംഗുലർ നൗൺസിൻ്റെ മുൻപിലും പ്ലൂറൽ നൗൺസിൻ്റെ മുൻപിലും അതുപോലെ തന്നെ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ മുൻപിലും ദ ആണ് യൂസ് ചെയ്യേണ്ടത്. ഒന്നാമതായി തന്നെ ഒരു പ്രത്യേക വസ്തുവിനെയോ വ്യക്തിയെയോ സൂചിപ്പിക്കാൻ നമ്മൾ ദ ആണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേക വസ്തുവിനെയോ വ്യക്തിയെയോ സൂചിപ്പിക്കാൻ. അതായത് എക്സാമ്പിൾ നോക്കാം. ദിസ് ഈസ് ദ ബൈക്ക് ദാറ്റ് ഹിറ്റ് മീ. ഈ ഒരു സെൻറ്റൻസിൽ ബൈക്ക് എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ഊന്നി പറയണ്ടില്ലേ, ദ ബൈക്ക്. അതായത് ഈ ബൈക്കാണ് എന്നെ ഇടിച്ചത് എന്നാണ് പറയുന്നത്. അപ്പം ബൈക്ക് നമ്മൾ പ്രത്യേകമായിട്ട് പറയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ദ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദ യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒരുപാട് സാഹചര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം നമുക്കൊന്ന് നോക്കണം. അടുത്തത് അഡ്ജക്റ്റീവിന് മുൻപിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ദ ആണ് യൂസ് ചെയ്യുന്നത്. ദ ടോൾ ബിൽഡിംഗ് ഈസ് വെരി ഇംപ്രസീവ്. അപ്പോൾ ടോൾ എന്ന് പറഞ്ഞത് ഒരു അഡ്ജക്റ്റീവാണ്. അതിന് മുൻപിൽ നമ്മൾ ദ ആണ് യൂസ് ചെയ്യുന്നത്. കമ്പാരറ്റീവ് അഡ്വേർബിൻ്റെ മുന്നിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ദ ആണ്. ഒരു സെൻറ്റൻസ് നോക്കാം. ദ ഹയർ യു ക്ലൈംബ് ദ കോൾഡർ ഇറ്റ് ഗെറ്റ്സ്. ഇത് ഒരു കമ്പാരറ്റീവ് സെൻറ്റൻസ് ആണ്. അതിന് കമ്പാരറ്റീവ് അഡ്വേർബിൻ്റെ മുന്നിൽ നമ്മൾ ദ ആണ് യൂസ് ചെയ്യുക. അടുത്തത് ട്രെയിന്, ഷിപ്പ്, എയ്റോപ്ലെയിന്, സ്പേസ് ക്രാഫ്റ്റ് തുടങ്ങിയവയുടെയൊക്കെ പേരിൻ്റെ മുൻപിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ദ ആണ്. അതായത് ദ എയർ ഇന്ത്യ, ദ വിവേക് എക്സ്പ്രസ്, ദ ടൈറ്റാനിക് എന്നൊക്കെ പറയൂലേ, അതുപോലെ ദ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അടുത്തത് ബോഡി പാർട്സിനെ സൂചിപ്പിക്കുമ്പോൾ അതിന് മുന്നേ നമ്മൾ ദ ആണ് യൂസ് ചെയ്യുന്നത്. ദർ ഈസ് എ പെയിൻ ഇൻ ദ നീ. അപ്പോൾ നീൻ്റെ മുന്നിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ദ ആണ്. അടുത്തത് നമ്മൾ ഓർഡിനൽ നമ്പേഴ്സിൻ്റെ മുന്നിലൊക്കെ ദ ആണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ്. ഇവിടെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓർഡിനൽ നമ്പറാണ്. അതിൻ്റെ മുന്നിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ദ ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തത് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് തുടങ്ങിയവയ്ക്ക് മുന്നിലൊക്കെ നമ്മൾ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. ഐ വിൽ മീറ്റ് യു ഇൻ ദ ഈവനിങ്. അപ്പോൾ ഇവിടെ നമ്മൾ ദ ആണ് ഈവനിങ്ങിൻ്റെ മുന്നിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ നമ്മൾ എന്താ ദ ആണ് യൂസ് ചെയ്യുന്നത്. മിഥുൻ ഈസ് ദ ടോളസ്റ്റ് ബോയ്. ടോളസ്റ്റ് എന്നുള്ളത് ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അതിന് മുൻപിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ദ ആണ് യൂസ് ചെയ്യേണ്ടത്. ലോകത്തിൽ ഒന്ന് മാത്രമുള്ള വസ്തുക്കളുടെ പേരിന് മുൻപിൽ നമ്മൾ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. ദ സൺ, ദ സ്കൈ, ദ എർത്ത് ഇങ്ങനെയുള്ള പേരുകൾക്ക് മുന്നിലൊക്കെ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. ഫോറസ്റ്റ്, ലേക്ക്, റിവർ, കനാൽ തുടങ്ങിയ എങ്ങനെയുള്ള പേരുകൾക്ക് മുന്നിലൊക്കെ നമ്മൾ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തത് ദിക്കുകൾക്ക് മുൻപിൽ നമ്മൾ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. ദ നോർത്ത്, ദ സൗത്ത്, ദ വെസ്റ്റ് എന്നൊക്കെ പറയൂലേ, ഇതുപോലെ ദിക്കുകൾക്ക് മുന്നിൽ നമ്മൾ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. ദ UNO, ദ WWF ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സിന് മുന്നിൽ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ പുണ്യഗ്രന്ഥങ്ങൾ, ഹോളി ബുക്സ്, ഇതിഹാസങ്ങൾ, അതുപോലെ ക്ലാസിക്കൽ പുസ്തകങ്ങൾ തുടങ്ങിയൊക്കെ പേരിൻ്റെ മുന്നിൽ നമ്മൾ ദ യൂസ് ചെയ്യും. അതായത് ദ മഹാഭാരത, ദ ബൈബിൾ, ദ രാമായണ ഇങ്ങനെയൊക്കെ. സാധാരണയായിട്ട് നമ്മൾ രാജ്യത്തിൻ്റെ പേരിന് മുന്നിൽ ദ യൂസ് ചെയ്യില്ല. ഇന്ത്യ, ചൈന എന്നൊന്നും പറയുന്ന ദ യൂസ് ചെയ്യില്ല. എന്നാൽ നമ്മൾ ചില രാജ്യങ്ങളുടെ പേര് ഒന്നായിട്ട് പൂർണ്ണ രൂപത്തിൽ പറയുമ്പോൾ US എന്നുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ ദ യൂസ് ചെയ്യും. ഒരു രാജ്യത്തെ നിവാസികൾ അല്ലെങ്കിൽ ജനങ്ങളെയൊക്കെ സൂചിപ്പിക്കുമ്പോൾ ദ യൂസ് ചെയ്യണം. അതായത് ദ ഇന്ത്യൻസ്, ദ ഡച്ച് ഇങ്ങനെ പറയണം. അതുപോലെ പ്രത്യേക പദവികളുടെയും തലക്കെട്ടുകളുടെയും ഒക്കെ മുന്നിൽ നമ്മൾ ദ യൂസ് ചെയ്യണം. അതായത് ദ പ്രസിഡന്റ്, ദ സെക്രട്ടറി ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ബാങ്ക്, ന്യൂസ് പേപ്പർ, മാഗസിൻസ് തുടങ്ങിയവയുടെയൊക്കെ പേരിൻ്റെ മുന്നിൽ ദ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങൾ കണ്ടു. നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. ഒരു പ്രത്യേക വസ്തുവിനെയോ വ്യക്തിയെയോ സൂചിപ്പിക്കാൻ ദ യൂസ് ചെയ്യണം. അതുപോലെ നമ്മൾ ഒരു സെൻറ്റൻസിലെ അഡ്ജക്റ്റീവിന് മുൻപിൽ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു കമ്പാരറ്റീവ് സെൻറ്റൻസിലെ കമ്പാരറ്റീവ് അഡ്വേർബിന് മുൻപിൽ നമ്മൾ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ ട്രെയിന്, ഷിപ്പ്, എയ്റോപ്ലെയിന്, സ്പേസ് ക്രാഫ്റ്റ് തുടങ്ങിയൊക്കെ പേരിൻ്റെ മുന്നിൽ നമ്മൾ ദ യൂസ് ചെയ്യണം. അതുപോലെ നമ്മൾ ബോഡി പാർട്സിനെ സൂചിപ്പിക്കുമ്പോൾ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ ഓർഡിനൽ നമ്പേഴ്സിൻ്റെ മുൻപിൽ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് തുടങ്ങിയൊക്കെ മുന്നിലൊക്കെ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ പ്രൊഫഷന്, ജോബ് തുടങ്ങിയ പദങ്ങളൊക്കെ വരുന്ന തൊഴിലിൻ്റെ പേരിൻ്റെ മുന്നിലൊക്കെ നമ്മൾ ദ യൂസ് ചെയ്യണം.
അതുപോലെ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുൻപിലും ദ ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ ലോകത്തിൽ ഒന്ന് മാത്രമുള്ള വസ്തുക്കളുടെ പേരിന് മുൻപിലും ദ യൂസ് ചെയ്യണം. അതുപോലെ എന്താണ്, ദിക്കുകൾക്ക് മുന്നിൽ ദ നോർത്ത്, ദ സൗത്ത്, ദ വെസ്റ്റ് എന്നൊക്കെയാണ് പറയേണ്ടത്. അതുപോലെ നമ്മൾ ചുരുക്കെഴുത്തുകൾക്ക് മുന്നിലൊക്കെ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ പുണ്യഗ്രന്ഥങ്ങൾ, ഇതിഹാസങ്ങൾ, ക്ലാസിക്കൽ പുസ്തകങ്ങൾ, റെഫറൻസ് ബുക്ക് തുടങ്ങിയവയുടെയൊക്കെ പേരിൻ്റെ മുൻപിൽ ദ യൂസ് ചെയ്യണം. ദ മഹാഭാരത, ദ രാമായണ, ദ ബൈബിൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെന്താണ്, സാധാരണയായ രാജ്യങ്ങളുടെ പേരിന് മുന്നിൽ ദ ഉപയോഗിക്കാറില്ല. എന്നാൽ രാജ്യങ്ങളുടെ പേരിൻ്റെ പൂർണ്ണരൂപം ഉള്ളവർക്ക് മുന്നിൽ ദ ഉപയോഗിക്കും. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് പറയുമ്പോൾ ദ യൂസ് ചെയ്യണം. അതുപോലെ ഒരു രാജ്യത്തെ നിവാസികളെ സൂചിപ്പിക്കുമ്പോൾ ദ യൂസ് ചെയ്യണം. അതായത് ദ ഇന്ത്യൻസ്, ദ ഡച്ച് അങ്ങനെയാണ് പറയേണ്ടത്. അതുപോലെ തന്നെ പദവികളുടെയും തലക്കെട്ടുകളുടെയും മുന്നിലൊക്കെ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. ദ പ്രസിഡന്റ്, ദ സെക്രട്ടറി ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ബാങ്ക്, ന്യൂസ് പേപ്പർ, മാഗസിൻസ് തുടങ്ങിയവയുടെയൊക്കെ പേരിൻ്റെ മുന്നിൽ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ആർട്ടിക്കിൾസിൻ്റെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. മാക്സിമം പോയിന്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് നോട്ട് എഴുതി പഠിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.